ഇപ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒത്ത് ടൂറ് പോകുന്ന സീസണാണ്. അപ്പോൾ നമ്മൾ ടൂറ് പോകുന്ന പലയിടങ്ങളിലും റേഞ്ച് ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്തും റേഞ്ച് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ താമസിക്കുന്നിടത്ത് റേഞ്ച് ഇല്ല, നമ്മൾ പല മുറികളിലാണെങ്കിലും. അങ്ങനെ റേഞ്ച് ഇല്ലാത്ത ഇടങ്ങളിലെ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ബ്ലൂടൂത്ത് വഴി പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്നത് പോലെ വോയിസ് ചാറ്റ്, ഇമേജ് ഷെയർ ചെയ്യാം. അങ്ങനെ പരസ്പരം നമുക്ക് ബ്ലൂടൂത്ത് വഴി ആശയവിനിമയം നടത്താൻ സാധിക്കും. ഇത് പലതരത്തിൽ നമുക്ക് ഉപകാരപ്പെടുത്താം. ഇപ്പോൾ വലിയ ബസ്സിലൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഏറ്റവും പിറകിലാണെങ്കിലും നമുക്കിതുപോലെ റേഞ്ച് ഇല്ലെങ്കിലും ബ്ലൂടൂത്ത് വഴി പരസ്പരം കണക്ട് ചെയ്ത് ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ബ്ലൂടൂത്ത് ചാറ്റർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ചോദിക്കുന്ന പെർമിഷനൊക്കെ അലോ കൊടുക്കുക. ഇങ്ങനെ ഒരു പേജാണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക. ഇവിടെ താഴെ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. ആ ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് പിറകിലേക്ക് പോവുക. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. ഇനി ഏറ്റവും മുകളിൽ യൂസർ നെയിം കൊടുക്കണം. നിങ്ങൾക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത് അത് ജസ്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഫോണിൻ്റെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, റിയൽമി. ഇനി നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ട കളറ് അത് ജസ്റ്റ് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കുന്ന എല്ലാ പെർമിഷനും അലോ കൊടുക്കുക. ഇനി നിങ്ങൾക്കിവിടെ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് സ്കാൻ എന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള ഡിവൈസ് സ്കാൻ ചെയ്ത് കിട്ടുന്നതാണ്. അതിനു മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഫോണിലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെർമിഷൻ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഓണായിരിക്കണം. അതുപോലെ തന്നെ ചില ഫോണിൽ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യേണ്ട ടൈമറൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള റെഡ്മി നോട്ട് 10 ആണ്. ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി വെച്ചതാണ്. ജസ്റ്റ് അതിലേക്ക് ഞാനൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. മറ്റേ ഫോണിൽ സ്റ്റാർട്ട് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അത് ഞാനിതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് അവർ സ്റ്റാർട്ട് ചാറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചാറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഓണായി കിട്ടും. ഇനി ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യേണ്ടത്, അത് ഇതുപോലെ ചാറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇവിടെ സ്പ്രിങ്ങിൻ്റെ ഒരു ചിത്രം കാണാമല്ലോ, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിലുള്ള ഇമേജ് വേണമെങ്കിൽ ഇമേജ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇമേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്പ്രിങ്ങിൻ്റെ ചിത്രത്തിൽ തന്നെയാണ് എല്ലാ പരിപാടിയും. ഇതിൽ നിങ്ങൾക്ക് കാണാം വോയിസ് മെസ്സേജ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്രോഫോൺ ആക്സസ് ചോദിക്കും. അത് ഓക്കെ കൊടുക്കുക, എന്നിട്ട് അലോ കൊടുക്കുക. ഇനി നിങ്ങൾ ആ സ്പ്രിങ്ങിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് വോയിസ് മെസ്സേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വോയിസ് റെക്കോർഡർ ഓൺ ആവും. എന്നിട്ട് എന്താണ് സംസാരിക്കാനുള്ളത് ജസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വോയിസ് മെസ്സേജ് സെൻഡ് ആകുന്നതാണ്. അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതാണ്. അയാൾക്കും ഇതുപോലെ തന്നെ നിങ്ങളോട് മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. ഓൺ ലൈവ് ബ്ലൂടൂത്ത് ആയതുകൊണ്ട് കുറച്ച് വലിയ ഫയലുകളൊക്കെ സെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനും പരസ്പരം ചാറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി നിങ്ങൾ ഗ്രൂപ്പ് ചാറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനൊരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു തരാം. അതിന് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിനായിട്ട് നിങ്ങൾ ബ്ലൂടൂത്ത് ഗ്രൂപ്പ് ചാറ്റ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇത് ഗ്രൂപ്പ് ചാറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഈ ഗ്രൂപ്പ് ചാറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചാറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഓഡിയോ സപ്പോർട്ടല്ല, അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്താതിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വെറും ടെക്സ്റ്റ് മെസ്സേജും ഇമേജും മാത്രം മതിയെങ്കിൽ നിങ്ങൾക്കിത് ഗ്രൂപ്പായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് ഓരോന്നായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് 2 പേർക്ക് മാത്രമേ ചാറ്റ് ചെയ്യാൻ പറ്റൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും ഗുഡ് ബൈ.